ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അഭിഷേകാണ്. സോ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ പിന്നെയും പോസ്റ്റ് ചെയ്യണം കേട്ടോ. ഏകദേശം 3 മാസത്തിൽ കൂടുതലായി നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഓഫ്കോഴ്സ് നമ്മുടെ ഡൊമിനോർ ഫ്രണ്ട് ചെറുപ്പമുണ്ട്. മാത്രമല്ല നമ്മുടെ പുതിയൊരു വണ്ടി കൂടി ഇന്ന് ലോഞ്ച് ചെയ്യാൻ ഞാനും എൻ്റെ ഫ്രണ്ടും മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. ആളൊഴിഞ്ഞൊരു സ്ഥലമാണ്. അപ്പോൾ വണ്ടി ഏതാണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. ആദ്യം നമുക്ക് ഡൊമിനോറിൻ്റെ വിശേഷങ്ങൾ പറയാം കേട്ടോ. അതിനു മുന്നേ നമ്മുടെ ഇൻട്രോ പറയാം. ഹേ ഗൈസ്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് AK250 എന്ന് പറഞ്ഞാൽ എൻ്റെ ചാനലാണ്. കുറേ ദിവസത്തിന് ശേഷമാണ് നമ്മളൊരു വീഡിയോ ഇട്ട് വ്യക്തി വരുന്നത്. സോ നിങ്ങളാണെങ്കിൽ ആദ്യം വേണ്ടി നമ്മുടെ ഈ ചാനൽ കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. മാത്രമല്ല നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐഡി, ഫേസ്ബുക്ക് പേജും ഡിസ്ക്രിപ്ഷനിലുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യും, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ ജോയിൻ ചെയ്താൽ വണ്ടിക്കാരി മാത്രം. സോ വീഡിയോയിലോട്ട് പോകാം. ഗൈസ്, നമ്മുടെ ഡൊമിനറാണ് ഫ്രണ്ട് ഇരിപ്പുള്ളത്. അപ്പം ഇവൻ്റെ വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഡൊമിനർ ഇതിനിടയ്ക്ക് ചെറിയൊരു പണി കിട്ടി. അതായത് ജസ്റ്റ് ചെറിയൊരു ആക്സിഡൻ്റ് ആയിട്ടോ, ചെറുതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വണ്ടിയുടെ കുറേ ഭാഗങ്ങൾ കംപ്ലൈൻ്റ് ഉണ്ട്. ആക്ച്വലി പറഞ്ഞു വരുവാണെങ്കിൽ അത് ഒത്തിരി വരും. ഹാൻഡിലുണ്ട്, ഈ മിറർ കംപ്ലൈൻ്റ് ആണ്. ജസ്റ്റ് എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഹാൻഡിൽ, മിറർ, ക്ലച്ച് ലിവർ, നമ്മുടെ ഫുഡ് റെസ്റ്റ്, അങ്ങനെ തുടങ്ങി ചെറിയ കാര്യങ്ങളാണ്. വേറെ നല്ല മറിഞ്ഞ് വീണതാണ് കേട്ടോ. ആക്സിഡൻ്റ് ആണ്, റോഡ് സൈഡിൽ വെച്ചിട്ടാണ്. പിന്നെ നമ്മുടെ ഫ്രണ്ട് വൈസർ, ഇത് ആഫ്റ്റർ മാർക്കറ്റ് വൈസറാണ്, അതും പണിയാണ്. പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ഞാൻ ആദ്യം തന്നെ കൊണ്ട് ചെക്ക് ചെയ്തു ഷോറൂമിൽ എന്തൊക്കെയാണ് കംപ്ലയിൻ്റ് ഉള്ളതെന്ന്. പിന്നെ USB ഒക്കെ ചെക്ക് ചെയ്ത്, USB ഒക്കെ നൈസാണ്. പിന്നെ ഇൻഡിക്കേറ്ററൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ ഒട്ടിച്ച് വെച്ചു കേട്ടോ. അപ്പോൾ അതിനുശേഷം നമുക്കിനി ഒരുപാട് വർക്ക് വണ്ടിയിൽ ചെയ്യാനായിട്ടുണ്ട്. ഈ വണ്ടിയിൽ ഞാൻ ഒരു ക്രാഷ് ഗാർഡൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതെല്ലാം റിമൂവ് ചെയ്ത് കളഞ്ഞു. കാരണം ആ ഒരു മറിഞ്ഞ സമയത്ത് ക്രാഷ് ഗാർഡൊക്കെ ബെൻഡായി കേട്ടോ. മോട്ടോ ടോർക്കിൻ്റെ ക്രാഷ് ഗാർഡാണ്. അതിൻ്റെ ഈ ഒരു ഭാഗം വരുമല്ലോ, ഇത് കവറായിട്ട് പറഞ്ഞ ഈ ഒരു സാധനമുണ്ട്, ഇത് ഇടിച്ചകത്തോട്ട് കയറി കേട്ടോ. എന്താണെന്ന് അറിയാൻ പാടില്ല, അത് അകത്തോട്ട് ബെൻഡായിപ്പോയി. പിന്നെ അതങ്ങ് ഊരി മാറ്റി കേട്ടോ. അത് ഈ സൈഡാണ്, ലെഫ്റ്റ് സൈഡാണ് ബെൻഡായത്. റൈറ്റ് സൈഡോട് കുഴപ്പമൊന്നുമില്ല. പിന്നെ അതങ്ങ് ഊരി മാറ്റി സ്റ്റോക്ക് സാധനം എടുത്ത് കയറ്റി. എനിക്ക് തോന്നുന്നു സ്റ്റോക്ക് കുറച്ചുകൂടി ബെറ്ററാണെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ നോക്കുവാണെങ്കിൽ കുറച്ച് ഭാഗങ്ങളിൽ പെയിൻ്റൊക്കെ പോയിട്ടുണ്ട്. അതൊക്കെ എന്തായാലും നമ്മൾ വണ്ടീനെ ഒന്ന് ഫുൾ കംപ്ലീറ്റ് വർക്ക് എടുക്കും. സോ അതിൻ്റെ വീഡിയോസൊക്കെ വരും വീഡിയോസിൽ നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ പുതിയ വണ്ടി അത് അറിയാനാണ് ഒരുപാട് പേര് വെയിറ്റ് ചെയ്യണത്. നമ്മുടെ പുതിയ വണ്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വിൻറ്റേജ് സാധനമാണ് കേട്ടോ. വിൻറ്റേജ് എന്ന് പറയാൻ പറ്റില്ല, ഒരു 90s കിഡിൻ്റെ ഒരു വണ്ടി, അത്രയും പറയാം. അപ്പോൾ ആ ഒരു വണ്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചെടുത്ത വണ്ടിയാണ്. ആക്ച്വലി ഇതെൻ്റെ 3ാമത്തെ വണ്ടിയാണ് കേട്ടോ. ഞാൻ 3ാമത്തെ വണ്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വണ്ടി ഞാൻ പറഞ്ഞ ആ വണ്ടിയിൽ 3ാമത്തെ വണ്ടിയാണ്. ആദ്യം ഒരെണ്ണം എടുത്ത് അത് പണിയായി, അത് സെയിൽ ചെയ്ത്. രണ്ടാമതൊരെണ്ണം എടുത്ത് അതും ചെറിയൊരു പണിയായിരുന്നു, അതും സെയിൽ ചെയ്ത്. ഇപ്പോൾ 3ാമതൊരെണ്ണം എടുത്ത് അത് നമ്മൾ ഫുൾ റീസ്റ്റോർ ചെയ്തെടുത്ത വണ്ടിയാണ് കേട്ടോ. ഇപ്പോൾ എടുത്ത വണ്ടി ഫുൾ റീസ്റ്റോർ ചെയ്തെടുത്ത വണ്ടിയാണ്. സോ നമുക്ക് എന്തായാലും വണ്ടി കാണാം. സോ വണ്ടി ലോഞ്ച് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മുടെ വണ്ടി ഇതാണ് കേട്ടോ. 1996 മോഡൽ ബജാജ് ചേതക്കാണ് നമ്മുടെ വണ്ടി. പ്രിയല്ല, ബജാജ് ചേതക്കാണ്. 1996 മോഡലാണ്. ഏകദേശം 27 ഇയേഴ്സ് ഓൾഡാണ്. ഈ വണ്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ വണ്ടീനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഈ വണ്ടി ഞാൻ ആദ്യം ചെന്ന് കണ്ട സമയമുണ്ടല്ലോ, ഈ ഒരു വണ്ടി ഇതിൻ്റെ മുന്നത്തെ ഓണർ, ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ് കേട്ടോ. ഈ വണ്ടിയുടെ ഓണറിൻ്റെ മകൻ പുള്ളി 2022 ഇത് വണ്ടി ഫുൾ റീസ്റ്റോർ ചെയ്തതാണ്. റീസ്റ്റോർ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെയിൻറ്റ് ഉൾപ്പെടെ ഫുൾ കംപ്ലീറ്റ് പെയിൻറ്റ് ഉൾപ്പെടെ ചെയ്തതാണ്. എൻജിൻ റെസ്റ്റോറേഷനും പെയിൻറ്റും കാര്യങ്ങളും ഉൾപ്പെടെ ചെയ്തതാണ്. ഇതിൽ അടിച്ചിരിക്കുന്ന പെയിൻറ്റ് മെറ്റാലിക് ബ്ലൂ കളറാണ് കേട്ടോ, മെറ്റാലിക് ബ്ലൂ ആണ്. അപ്പം ഇത് പെയിൻറ്റ് ഉൾപ്പെടെ ഈ വണ്ടി പുള്ളി ഫുള്ള് പണി ചെയ്തെടുത്തതാണ്. അപ്പം പിന്നീട് ഈ വണ്ടി ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പുള്ളിക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴത്തേക്കും പുള്ളിക്ക് കുറച്ച് ഫിനാൻഷ്യൽ ഇഷ്യൂവും കാര്യങ്ങളൊക്കെ വന്നിട്ട് വണ്ടി ഒതുക്കിയായിരുന്നു കേട്ടോ. അപ്പം ഇത് നമ്മൾ ഈ വണ്ടി ചെന്ന് കണ്ടത് ഏകദേശം 3-4 മാസങ്ങൾക്ക് മുന്നെയാണ് നമ്മൾ ഈ ഒരു വണ്ടി ചെന്ന് കണ്ടത്. അതായത് ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇട്ട് നിർത്തിയ സമയത്താണ് ഞാൻ ഒരു വണ്ടി ആദ്യമായിട്ട് കണ്ടത് കേട്ടോ. ഞാൻ അന്ന് ഈ വണ്ടി വിചാരിച്ചാണ്, ഈ വണ്ടി എനിക്ക് എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചതാണ്. സോ അന്ന് തൊട്ട് ഞാൻ വിചാരിച്ചിരുന്നൊരു കാര്യമാണ് ഈ വണ്ടി എടുക്കുക എന്നുള്ളത്. ആ സമയത്ത് എൻ്റെ ഒരു ചേതക ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുക്കാം. അപ്പോൾ ആ ഒരു ചേതക കൊടുത്ത സമയത്താണ് ഞാൻ ഈ ഒരു വണ്ടിയിലോട്ട് കറക്റ്റ് തിരിഞ്ഞത്. ഈ ഒരു വണ്ടി ഞാൻ എടുത്ത പ്രൈസും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, കാരണം ചിലർക്ക് തോന്നാം അത് കൂടുതലായിപ്പോയി, ചിലർക്ക് തോന്നാം അത് കുറഞ്ഞായിപ്പോയി എന്നൊക്കെ. അപ്പം ഈ ഒരു വണ്ടി എടുത്ത് എൻജിൻ പണിയായിരുന്നു. കാരണം ആ പുള്ളിക്കാരൻ ഈ വണ്ടി ഒതുക്കിയത് ഷെഡിലല്ലായിരുന്നു, വെളിയിലിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം ഈ ഒരു വണ്ടി മഴയെ തിരുന്നിരുന്ന് തന്നെ എഞ്ചിൻ്റെ അകത്ത് വെള്ളം ഇറങ്ങി. ഇതിൻ്റെ ഈ ഭാഗത്താണ് എഞ്ചിൻ പറഞ്ഞത്, അതൊക്കെ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചാൽ എഞ്ചിൻ്റെ അകത്ത് വെള്ളം ഇറങ്ങുകയും ഈ ഒരു വണ്ടിയിൽ എഞ്ചിൻ പണി വരികയും ചെയ്തു കേട്ടോ. ഞാൻ ഈ ഒരു വണ്ടി ലോറിയിൽ കയറ്റി, അതായത് പുള്ളിക്കാരൻ്റെ വീട്ടിൽ നിന്ന് ലോറിയിൽ കയറ്റിയാണ് നേരെ വർക്ക്ഷോപ്പിലെത്തിക്കണം. ഞാനും വർക്ക്ഷോപ്പിലെ ചേട്ടനും കൂടെ പോയാണ് ഈ വണ്ടി എടുത്തതും ലോറിയിൽ കയറ്റി പുള്ളിക്കാരൻ്റെ വർക്ക്ഷോപ്പിൽ എത്തിച്ചതും. ഒരുപാട് വർക്ക്ഷോപ്പ് ആളെടുത്ത് ഞാൻ ചോദിച്ചു കേട്ടോ ഈ വണ്ടി പണിയുമെന്ന്, പക്ഷേ ആരും എടുത്തില്ല. കാരണം ചേതക്കായതുകൊണ്ട്
എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേതക്ക് പണിയാൻ പറ്റൂല, സ്പെയർ കിട്ടൂല, പണി അറിഞ്ഞുകൂടാ, അങ്ങനെയൊക്കെയാണ്. അപ്പം ഈ ഒരു വണ്ടി എനിക്ക് ആ ഒരു ചേട്ടൻ, അത് അരുണെന്നാണ് ആ പുള്ളിയുടെ പേര്. അപ്പോൾ പുള്ളിനെ ഞാൻ ഈ സമയത്ത് സ്മരിക്കുന്നു. പുള്ളി എനിക്ക് ഫുള്ള് വർക്ക് എടുത്ത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് തന്നിട്ട് എൻജിൻ ഫുള്ള് നമ്മൾ ലെയ്ത്ത് വർക്ക് ചെയ്ത് ബോർ ചെയ്ത് സംഭവം പക്കയായിട്ട് എൻജിൻ ചെയ്തിട്ടുണ്ട്. ഒറ്റ കിക്കിൽ സ്റ്റാർട്ടാവും. പക്ഷേ ഒരു ചെറിയ പണി വണ്ടിയുടെ കാർബറേറ്ററാണ്. ഈ വണ്ടിയിൽ ഇനി ആകെ ഉള്ളൊരു പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാർബറേറ്റർ മാത്രം. കാർബറേറ്റർ കിട്ടാനുള്ള ഇതാണ് കേട്ടോ. അതായത് കാർബറേറ്റർ കിട്ടാനില്ല, ഒരിടത്തും കിട്ടാനില്ല. നമ്മുടെ ട്രിവാൻഡ്രത്ത് ഓൾമോസ്റ്റ് നമ്മുടെ വെഡീഷൻ കോവിലും നമ്മുടെ ബേക്കറി ജംഗ്ഷനിലുള്ള ബാബു ഏജൻസിയിലും കാര്യങ്ങളിലും ഒക്കെ ബജാജ് ചേതക്കിൻ്റെയൊക്കെ സ്പെയർ അവൈലബിൾ ആണ്. അതായത് 2 സ്റ്റോക്കിൻ്റെയൊക്കെ സ്പെയർ അവൈലബിൾ ആണ്. അപ്പം ഇതിൻ്റെ കാർബറേറ്റർ മാത്രം ഒരിടത്തും കിട്ടാനില്ല. ഇപ്പം നമ്മൾ കോയമ്പത്തൂരിൽ നിന്ന് ഇതിൻ്റെ കാർബറേറ്റർ ഷിപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കോയമ്പത്തൂരിൽ നിന്ന് ഇപ്പം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ ഒറിജിനലല്ല, സ്പാർക്ക് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ കാർബറേറ്ററാണ്. അപ്പോൾ പുള്ളി അത് നമുക്ക് കൊറിയർ ചെയ്തിട്ടുണ്ട്. അത് വന്നാൽ ഉടൻ തന്നെ ഇതിൽ ആ കാർബറേറ്റർ കയറ്റും. പിന്നെ കംപ്ലീറ്റ് ഓക്കെ കേട്ടോ, ഒരു അറപ്പും കാര്യങ്ങളും ഇല്ല. ഇപ്പോൾ ചെറിയൊരു അറപ്പുണ്ട് വണ്ടി, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല, ചെറിയൊരു അറപ്പ് മാത്രം. പിന്നെ പെയിൻറ്റിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ പെയിൻറ്റിങ് അത്യാവശ്യം നല്ല നീറ്റ് പെയിൻറ്റിങ്ങാണ്. നീറ്റ് എന്ന് വെച്ചാൽ പക്ക നീറ്റ് പെയിൻറ്റിങ്ങാണ്. പക്ഷേ ഈ ഭാഗത്ത് കണ്ട മഡ്ഗാർഡും ചെയ്യൊരു ഭാഗത്ത് പുട്ടി വർക്ക് ചെയ്തത്. അതായത് ഈ ഭാഗം ഒരു ദിവസം ഷെഡിൻ്റെ അകത്ത് ഞാൻ കയറ്റിയപ്പം തട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പുട്ടി വർക്ക് ചെയ്ത് ഇളവിപ്പോയി. അപ്പോൾ നമ്മുടെ ഡൊമിനിയർ പെയിൻറ്റ് ചെയ്ത കസ്റ്റം ഗ്ലാസ്സിൽ കൊണ്ടുപോയിട്ട് നമുക്ക് ഈ ഒരു ഭാഗം മാത്രം ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഈ ഒരു ഭാഗം മാത്രം, വേറെ ഒന്നുമില്ല. സോ നമുക്ക് ഇനി ഇതിനെ പറ്റിയുള്ള വിശേഷങ്ങളായിരിക്കും നമ്മുടെ വരും വീഡിയോസിൽ കാണാൻ പോകണം. ഡൊമിനിയറും കാണും. എന്തായാലും ഈ വണ്ടി ഞാൻ വച്ചിരിക്കത്തില്ല കേട്ടോ. കാരണം എൻ്റെ ഒരു ക്രൈസിനെടുത്താണ്, ഞാൻ എടുക്കും, എൻ്റെ ഒരു ക്രൈസ് തീരും വരെ ഓട്ടിക്കും, കൊടുക്കും. പിന്നെ ഞാൻ ഓട്ടിക്കുന്ന വെച്ചാൽ മരണം ഓട്ടിപ്പൊന്നുമല്ല, ഞാൻ ഓട്ടിക്കുന്ന രീതിക്ക് തന്നെയാണ് ഓട്ടിക്കണം കേട്ടോ. ജസ്റ്റ് ഫുള്ള് വർക്ക് എടുത്തിട്ട് എനിക്ക് ഓൾമോസ്റ്റ് ഞാൻ ഇങ്ങനെ എടുക്കുന്ന വണ്ടികളൊക്കെ എനിക്ക് നഷ്ടമാണ് കേട്ടോ. അത് എനിക്കും എൻ്റെ ഫ്രണ്ട്, ഞാൻ ഇപ്പോൾ ക്യാമറ പിടിക്കുന്ന ആ പയ്യന് മാത്രം അറിയാം, ഞാൻ എടുക്കുന്ന എല്ലാ വണ്ടിയും ഞാൻ കൊടുക്കുന്ന നഷ്ടത്തിനാണ്. കാരണം ഞാൻ എടുക്കും, ഫുള്ള് പണി ആ വണ്ടി എടുക്കുന്ന കണ്ടീഷനിലായിരിക്കുമല്ലോ ഞാൻ കൊടുക്കുന്നത് ഫുള്ള് പണി തീർത്തിട്ടായിരിക്കും കൊടുക്കണം. അപ്പം എനിക്ക് നഷ്ടമേ വരത്തുള്ളൂ ആ വണ്ടി കൊടുക്കുമ്പം. മിക്കതും എൻ്റെ എടുക്കുന്ന കച്ചവടക്കാരന്മാരാണ് കേട്ടോ. പിന്നെ ഞാൻ കൊടുക്കും, അവർ വന്ന് കയറുമ്പോൾ ഞാൻ പിന്നെ കൊടുക്കും. പിന്നെ ഈ വണ്ടി എങ്ങനെയാണെന്ന് അറിയത്തില്ല, എനിക്ക് എന്തായാലും ഓട്ടിച്ച് കൊതു തീരും വരെ ഈ വണ്ടി എൻ്റെ കാണും. ജസ്റ്റ് അത് കഴിഞ്ഞ് ഞാനിത് കൊടുത്തിട്ട് വേറൊരു വണ്ടി അപ്ഗ്രേഡ് ചെയ്യണമെന്ന് തോന്നുമ്പം ഞാനിത് കൊടുക്കും കേട്ടോ. ചിലപ്പോൾ RX 100, എനിക്ക് RX 100 എടുക്കാൻ നല്ല ആഗ്രഹമുണ്ട്. RX 100 ആണ്, RX 135 അല്ല. അതായത് 4 ഗിയർ പറഞ്ഞ RX 100 ആണ് എനിക്ക് താല്പര്യം. ആ വണ്ടി നല്ലൊരെണ്ണം കിട്ടിയാൽ ഞാനിത് കൊടുത്ത് കുറച്ചൊരു ഫണ്ട് ഇട്ട് ഞാനിതെടുക്കും. പിന്നെ ഇപ്പോൾ നമ്മുടെ ഗോപ്രോ വ്ളോഗ് ഇടാത്തതിന് മെയിൻ കാരണം എന്ന് വെച്ചാൽ ഗോപ്രോ കംപ്ലൈൻ്റ് ആണ്. വാറൻറ്റി കഴിച്ചിട്ട് സാധനം വാറൻറ്റി ക്ലെയിം ചെയ്യാൻ പറ്റിയില്ല കേട്ടോ, എന്തോ വിഷയമാണ്. അപ്പം നമുക്കിനി വാറൻറ്റി ക്ലെയിം ചെയ്യാൻ പറ്റില്ല, പുതിയൊരു ഗോപ്രോ മേടിക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഒരു ഗോപ്രോ വേണം, Insta360 വേണമെന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുവാണ്. അതിന് മാത്രമല്ല, നമ്മുടെ ഫോൺ ഞാനിപ്പോൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ടോട്ടലായിട്ടൊന്ന് ഇറിവി നിൽക്കുന്ന അവസ്ഥയാണ്. ഇതിനെ പണിത് ഇനി ഡൊമിനിയർ എൻ്റെ പണിയാൻ പൈസ ഇല്ല, ഡൊമിനിയറും കുറച്ച് പണിയുണ്ട് നമുക്ക്. പക്ഷേ ഞാൻ പയ്യെ ചെയ്യും, അത് വേറെ കാര്യം. ഞാൻ എവിടെയെങ്കിലും ഫണ്ട് ഒപ്പിച്ച് ഞാനത് ചെയ്യും. ഫോൺ അപ്ഗ്രേഡ് ചെയ്ത് വണ്ടിയും ചെയ്ത് അങ്ങനെ ഫുള്ള് നിറവിയിരിക്കുകയാണ്. ഉറപ്പായിട്ടും നമ്മളൊരു പുതിയ ഗോപ്രോ എടുത്താൽ ഉറപ്പായിട്ടും പിന്നെ പഴയ നമ്മൾ വ്ളോഗും കാര്യങ്ങളൊക്കെ കാണാം. സോ ഇനി വണ്ടീനെ പറ്റി പറയുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ജസ്റ്റ് ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കാം അല്ലേ. സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഈ ഒരു വീഡിയോ ജസ്റ്റ് കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ മാത്രമേ കാണുള്ളൂ എന്ന് എനിക്കറിയാം. കാരണം ഞാൻ ഈ ഒരു വീഡിയോ ഇടാതുന്ന സമയത്ത് എൻ്റെ അടുത്ത് 1-2 പേരാണ് ചോദിച്ചത് നീ എന്താണ് വീഡിയോ ഇടാത്തതെന്ന്. അതും എനിക്ക് പേഴ്സണലി അറിയുന്നുള്ളവർ, വേറെ ആരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടില്ല. കാരണം ഞാൻ യൂട്യൂബിലൊരു ന്യൂ കമ്പർ അല്ലേ. അപ്പം എനിക്ക് അങ്ങനെ സബ്സ്ക്രൈബേഴ്സോ കാര്യങ്ങളൊന്നും എനിക്കില്ല. പിന്നെ നമ്മുടെ ഒരു ഗ്രൂപ്പുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പ്, അതിൽ കുറേ പേര് ചോദിച്ചു ബ്രോ എന്താണ് വീഡിയോ ഇടാത്തതെന്ന്. സോ ഇനി ഇത് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് തരാം. ഇതിൻ്റെ 2 സ്റ്റോക്ക് ഫാൻസ്, അതായത് നമ്മുടെ ബജാജ് ചേതക്കിൻ്റെ ഫാൻസ് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചാനലും സബ് ചെയ്ത് കൂടിക്കോ. ഉറപ്പായിട്ടും വരും വീഡിയോസിൽ നമുക്ക് ഇവനെ ആഡ് ചെയ്യാം. മാക്സിമം ഇവൻ്റെയും മോഡിഫിക്കേഷൻ ഒന്നുമില്ല, ജസ്റ്റ് ചെറിയ പണികളൊക്കെ വരുമ്പോൾ നമുക്ക് ചെയ്ത് കാണിച്ചു തരാം. ഓയിലും പെട്രോളും മിക്സ് ചെയ്ത് ഓടുന്ന വണ്ടിയാണ്, നല്ല പുകയും കാര്യങ്ങളൊക്കെ വരും. പക്ഷേ ഞാനിതിൽ ഓയിൽ വളരെ കുറച്ചാണ് ഉപയോഗിക്കുന്നത്. കാരണം എനിക്ക് പുക പറഞ്ഞ ഇഷ്ടമല്ല കേട്ടോ. എല്ലാവരും പറഞ്ഞു ഈ വണ്ടി എടുത്ത് ഓടിക്കുന്ന സമയത്ത് പുക വരണം ഓയിൽ കൂടെ ചോദിക്കുന്നത്. പക്ഷേ എനിക്ക് ഈ പൊല്യൂഷൻ ആക്കണ എനിക്ക് ഇഷ്ടമില്ല. എന്താണെന്ന് അറിയാൻ പാടില്ല, കാരണം പൊല്യൂഷൻ ഉണ്ടാക്കണമെന്ന് എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടായിരിക്കാം. സോ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിക്കാം. വണ്ടി കുറച്ച് ഫ്രണ്ടിലോട്ട് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാമല്ലേ. സോ ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അറിയാമല്ല, ജസ്റ്റ് റൈറ്റ് സൈഡ് കുറച്ച് താക്കണം. എന്നിട്ട് ഇതാ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ചെറിയ ഇതാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ കാർബറേറ്റർ ഇഷ്യൂ ആണ്, അതുകൊണ്ടാണ് ഈ ഒരു അറപ്പ് വേണ്ട. അപ്പം ഇതിൻ്റെ ഒരു ഫുൾ കംപ്ലീറ്റ് റിവ്യൂ വീഡിയോ ഉറപ്പായിട്ടും നമ്മുടെ വരും വീഡിയോസിൽ ഞാൻ ആഡ് ചെയ്യാം. ഒരു കംപ്ലീറ്റ് റിവ്യൂ വീഡിയോ ഞാൻ ആഡ് ചെയ്യാം. ഇതിൽ പുതിയ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ വണ്ടി റിവ്യൂ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ചേതൊക്കെ ഞാൻ ഉറപ്പായിട്ട് റിവ്യൂ ചെയ്യാം.
സോ നമ്മുടെ ഡൊമിനോർ ഇപ്പം ഏകദേശം 2.5 വർഷം അടുപ്പിച്ച് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇതുവരെയായിട്ട് എനിക്കൊരു പണിയും തന്നിട്ടില്ല, വലിയ വലിയ പണികളൊന്നും തന്നിട്ടില്ല. അപ്പം എൻ്റെ കയ്യിലെന്ന് പറഞ്ഞാൽ ചെറിയ മണ്ടത്തരങ്ങളല്ലാതെ വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ. സോ രണ്ടും എൻ്റെ കയ്യിലുണ്ട്. പിന്നെ ഇനി ഒരു കാറുണ്ട്, കാർ ടെസ്റ്റ് വർക്കിനായിട്ട് കയറ്റിയിരിക്കുകയാണ്. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോസ്. സോ നമുക്ക് സൈഡ് ഡോറും കൂടെ ഒന്ന് തുറന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇങ്ങോട്ടൊന്നും അവിടെ സൈഡ് ഡോറ് തുറക്കാനായിട്ട് ഈ ഒരു ലിവർ ഉണ്ടോ, ഈ ഒരു ലിവർ പുൾ ഡൗൺ ചെയ്യുക, വലിക്കുക, ഇത്രയുള്ള കേട്ടോ. ഇതിൻ്റെ റബ്ബർ ബീഡിങ് ആണ്. സൈഡ് ഡോർ നമ്മൾ തുറന്നിട്ടുണ്ട്. ഇതുവരെ നമ്മൾ പെയിൻറ്റ് ചെയ്ത് നല്ല ക്ലീൻ ചെയ്ത് ഇറക്കിയിട്ടുള്ളതാണ്. അത്യാവശ്യം നല്ല നീറ്റായിട്ട് തന്നെ ഇതും കീപ്പ് ചെയ്യാനുണ്ട്. സോ അപ്പം ഈ ഒരു വണ്ടിയുടെ വിശേഷങ്ങളും മറ്റും അറിയണം എന്നുള്ളവർ നമ്മുടെ ചാനൽ സബ് ചെയ്ത് കൂടെ കൂടിക്കോ. സോ ഇത്രയൊക്കെ ഉള്ളൂ. സോ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മോർ വീഡിയോസിനായിട്ട് സ്റ്റേ ട്യൂൺഡ്.